നമസ്കാരം, പേജ് റൂട്ടിലേക്ക് സ്വാഗതം. മോദിയുടെ ഉക്രൈൻ സന്ദർശനവും അതേപോലെ തന്നെ സെലൻസ്കിയുമായുള്ള കൂടിക്കാഴ്ചയും ലോകം വലിയ രീതിയിൽ ചർച്ച ചെയ്തിരുന്നു. വലിയ ലോകശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. മോദി സെലൻസ്കിക്ക് നൽകിയ വാക്ക് ആത്മവിശ്വാസത്തിന്റെ അത്യുന്നതങ്ങളിൽ ഉള്ളതായിരുന്നു. ഇപ്പോഴിതാ മോദിയുടെ വാക്ക് വെറുതെയല്ല എന്ന് തെളിയിച്ചുകൊണ്ട് ചില നിർണായകമായ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ ഇന്ത്യയിൽ സമാധാന ഉച്ചകോടി നടത്താൻ സെലൻസ്കി നിർദ്ദേശിച്ചു എന്നാണ് ലഭ്യമാകുന്ന വിവരം. റഷ്യയും ഉക്രൈനും തമ്മിലുള്ള സംഘർഷത്തിന് ചർച്ചയിലൂടെ പരിഹാരം നേടുന്നതിന് എല്ലാ പങ്കാളികളുമായും ക്രിയാത്മകവും പരിഹാര അധിഷ്ഠിതവും പ്രായോഗികവുമായ ഇടപെടലാണ് ഇന്ത്യ എപ്പോഴും വാദിക്കുന്നത് എന്ന് വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞിരുന്നു. ഉക്രൈൻ സന്ദർശനം കഴിഞ്ഞ് മടങ്ങിയെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസിഡന്റ് സെലൻസ്കിയുമായി കൂടിക്കാഴ്ച നടത്തുകയും സംഭാഷണത്തിലൂടെ സമാധാനം കൈവരിക്കാനുള്ള ഇന്ത്യയുടെ നിലപാട് വാദിക്കുകയും ചെയ്തതിന് പിന്നാലെയാണ് ഈ പ്രസ്താവന. റഷ്യയുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ ഉക്രൈനിയൻ പ്രസിഡന്റ് സെലൻസ്കി ഇന്ത്യയിൽ സമാധാന ഉച്ചകോടി നടത്താൻ നിർദ്ദേശിച്ചത് വെറുതെയല്ല. ജൂണിൽ നടന്ന ഒരു ഉച്ചകോടിയിൽ നിന്നുള്ള അടക്കം കൂട്ടിക്കൊണ്ട് നവംബറിൽ നടക്കുന്ന US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് മുൻപ് ലോക നേതാക്കളുടെ രണ്ടാം സമ്മേളനം വിളിക്കാൻ സെലൻസ്കി ശ്രമിക്കുന്നു എന്നത് മനസ്സിലാക്കേണ്ടതുണ്ട്. 2.5 വർഷത്തിലേറെയായി തുടരുന്ന റഷ്യയുമായുള്ള പോരാട്ടത്തിൽ ഉക്രൈന്റെ നിലപാടിന് ആഗോള ദക്ഷിണേന്ത്യയിലെ രാജ്യങ്ങളിൽ നിന്ന് പിന്തുണ നേടുക എന്നതാണ് മറ്റൊരു വശം. ഇന്ത്യയിൽ സാധ്യതയുള്ള ഒത്തുചേരൽ കീവിന്റെ ഒരു സുപ്രധാന മുന്നേറ്റമായി കാണപ്പെടും എന്നും വിദഗ്ധർ പറയുന്നുണ്ട്. ഓഗസ്റ്റ് 23 തന്റെ സന്ദർശന വേളയിൽ അന്താരാഷ്ട്ര അംഗീകാരമുള്ള അതിർത്തികൾക്കുള്ളിൽ ഉക്രൈന്റെ പരമാധികാരത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പിന്തുണ അറിയിച്ചിരുന്നു. എന്നാൽ നിർദ്ദിഷ്ട യോഗത്തിന് ഇന്ത്യ ആതിഥേയത്വം വഹിക്കുമോ എന്ന് ഇതുവരെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല എന്നതാണ് അടിവരയിട്ട് പറയേണ്ടത്. സമാധാന താൽപര്യത്തിൽ ക്രിയാത്മകമായ പങ്ക് വഹിക്കാനുള്ള ഇന്ത്യയുടെ സന്നദ്ധത പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതിനകം സൂചിപ്പിച്ചിട്ടുണ്ട് എന്ന് MEA വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. സമാധാന ചർച്ചകൾ എപ്പോൾ എങ്ങനെ തുടങ്ങണം എന്നത് സംബന്ധിച്ച തീരുമാനം സംഘടനത്തിലെ ഇരു കക്ഷികളുടെയും അവകാശമാണ് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. സമാധാന ഉച്ചകോടിക്ക് ഇന്ത്യയോട് ആതിഥേയത്വം വഹിക്കാൻ ഉക്രൈനിയൻ പ്രസിഡന്റ് സെലൻസ്കി ആവശ്യപ്പെട്ടോ എന്ന ചോദ്യത്തിന് ജയ്സ്വാൾ പറഞ്ഞത് ഇങ്ങനെയാണ്: ഈ സംഘർഷത്തിന് ചർച്ചകളിലൂടെ പരിഹാരം നേടുന്നതിന് എല്ലാ പങ്കാളികളുമായും ക്രിയാത്മകവും പരിഹാര അധിഷ്ഠിതവും അതേപോലെ പ്രായോഗികവുമായ ഇടപെടലാണ് ഇന്ത്യ എപ്പോഴും വാദിക്കുന്നത് എന്നതാണ്. നമ്മുടെ സമീപനത്തിൽ ഇത് പ്രകടമാണ് താനും. റഷ്യയിലേക്കും ഉക്രൈനിലേക്കും ഉയർന്ന തലത്തിലുള്ള തങ്ങളുടെ ആശയവിനിമയത്തിൽ സമാധാനത്തിന്റെ താൽപര്യത്തിൽ ക്രിയാത്മകമായ പങ്ക് വഹിക്കാനുള്ള ഇന്ത്യയുടെ സന്നദ്ധത പ്രധാനമന്ത്രി ഇതിനകം തന്നെ സൂചിപ്പിച്ചിട്ടുമുണ്ട്. സമാധാനം പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന പ്രായോഗികവും അതേപോലെ തന്നെ പരസ്പര സ്വീകാര്യവുമായ ഏത് പരിഹാരത്തെയും ആ രീതിയെയും ഇന്ത്യ പിന്തുണയ്ക്കും എന്നതാണ് മനസ്സിലാക്കേണ്ടത്.